ലെജൻസ് നമ്മുടെ ചെയ്താറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് കോട്ട ഫാബ്രിക്കിൽ. ഇതെനിക്ക് തോന്നുന്നു ഡെയിലി യൂസുകാർക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമാണ്. ഡെയിലി യൂസിന് നല്ലതായിട്ട് അല്ലാതെ ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫ്രഞ്ച് നോട്ട് ഡിസൈനൊക്കെ കൊടുത്ത് പിന്നെ ഒരു ക്രോഷ്യോ ലേസും ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ഇതൊരു ഡാർക്കർ മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എന്ന് പറയാം. കറക്റ്റ് മെറൂൺ അല്ല കേട്ടോ, കുറച്ചൊരു പീച്ചിൻ്റെ കൂടെ ടോൺ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ദുപ്പട്ടയും ഫുള്ളായിട്ട് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കോട്ടയുടെ തന്നെ, നമ്മുടെ കോട്ടയുടെ കൂടിയതിൻ്റെ അതേ ലുക്കിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന ഐറ്റം. ഏകദേശം നമുക്ക് ആ ഒരു ഇട്ട് കഴിയുമ്പോൾ ഏകദേശം കൂടിയതിൻ്റെ ആ ഒരു 2000 സംതിങ് റേഞ്ച് വരുന്നതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തെടുത്തേക്കുന്നത്. നല്ല റീസണബിൾ പ്രൈസുമാണ്, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. ഫ്രണ്ട് പോർഷനിലെ കോമ്പിനേഷൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡിൻ്റെ കൂടെ ഗ്രീൻ ആണ് ഇതിന് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഇത് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന് താഴെയാക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ഇനി വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആ ഒരു മേളിൽ തന്നെ വെച്ച് തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗി. ബോട്ടം വന്നേക്കുന്നത് സാൻഡൂൺ ഫാബ്രിക്കിൽ തന്നെ പ്രിൻറ്റ് കൊടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡൂൺ ഫാബ്രിക് അങ്ങനെ നോർമലി ആയിട്ട് പ്രിൻറ്റ് വരാറില്ല. അപ്പോൾ ഇതിൽ പ്രിൻറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സെയിം പ്രിൻറ്റ് തന്നെ അതിലോട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പ്രിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 292, റേറ്റ് 1290, 1290. രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂവിൻ്റെ തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാട്ടോ. ചെറിയ കളർ വ്യത്യാസം ചിലപ്പോൾ കാണും, പക്ഷേ എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കുള്ള അതിൻ്റെ ഒരു ഭംഗി എന്താ അതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. ചിലർക്കേ ഉള്ളൂ കേട്ടോ. ചിലർക്ക് ഇതിൻ്റെ തന്നെ ബ്രൈറ്റർ ഷെയ്ഡായിട്ട് കാണിക്കും, ചിലർക്ക് ലൈറ്റായിട്ട് കാണിക്കും. ചില ഫോണിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആ ഒരു ക്യാമറയുടെയൊക്കെ പ്രശ്നമായിരിക്കാം, ചെറിയ ചെറിയ വേരിയേഷൻസ് ഇങ്ങനത്തെ കളറുകൾക്ക് വരാറുണ്ട്. പക്ഷേ എന്തായാലും കാണാൻ നല്ല രസമുള്ള ഐറ്റമാണ്. നല്ലൊരു ബ്ലൂവിൻ്റെയും യെല്ലോയും ആണ് കോമ്പിനേഷൻ. അതിൻ്റെ ആട്ടോ ഒരു എടുപ്പ് കൂടുതൽ. ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്കൊക്കെ യെല്ലോ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. ഫുള്ളായിട്ട് ബാട്ടിക്കിൻ്റെ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. ബോട്ടത്തിന് ഞാൻ പറഞ്ഞില്ലേ ബാട്ടിക്കിൻ്റെ പ്രിൻ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AC 295, റേറ്റ് 1290. നമുക്ക് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചില്ലേ ബ്ലൂവും യെല്ലോയും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെ ആ ഒരു ഉൾട്ട കോമ്പിനേഷൻ എന്ന് പറയാം. ടോപ്പിന് കൊടുത്തേക്കുന്നത് ആ ഒരു യെല്ലോയുടെ തന്നെ ഡാർക്കർ ഷെയ്ഡ് ബ്ലൂ ആണ്. ഇതിൻ്റെ കോമ്പിനേഷൻ വർക്ക് ചെയ്തേക്കുന്ന കളർ. ഇതും നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. പിന്നെ ബോട്ടത്തിലും പ്രിൻ്റില്ലേ, പ്രിൻ്റ് ഉണ്ട്. ഇതാ ഇതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ പ്രിൻ്റ് അതിലും കൊടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ. എന്തായാലും കോട്ട ആ ഒരു ടൈപ്പ് ഐറ്റത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഐറ്റം. സാറിന് എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലൊക്കെ വരുന്ന വർക്കൊക്കെ വരുന്നതിന് 1400 വരാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ ആണ്. കാരണം ഇത്രയും വർക്ക് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ട് 1200 ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. പിന്നെ നമ്പർ AC 293, റേറ്റ് 1290. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ്, അതായത് 4 ഷെയ്ഡ്സ് ആണുള്ളത്. നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതൊരു ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി, ഒരു ഡസ്റ്റി ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ. അതിൻ്റെ തന്നെ ഡാർക്കായിട്ട് നിൽക്കും. തീരെ അങ്ങനെ ഭയങ്കര മങ്ങിയ കളറൊന്നല്ല. അതിൻ്റെ ഒരു നമുക്ക് കുറച്ചൊരു ഡാർക്കായിട്ട് നിൽക്കുന്നൊരു ഷെയ്ഡ്. അതിൻ്റെ കോമ്പിനേഷൻ നല്ല കേട്ടോ. ഇതൊരു ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. പീച്ചും ബ്രിക്കും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് എല്ലാം നല്ല കളർ കോമ്പിനേഷൻസാണ് കൊടുത്തേക്കുന്നത്. ബോട്ടത്തിനും പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇതുപോലെ വരും. നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ നമ്പർ AC 294, റേറ്റ് 1290.